ഞാൻ ഇതിനകത്ത് നന്നായി റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ടെലിവിഷൻ മാധ്യമങ്ങളുടെ സ്വഭാവം മാറുന്നത് എന്ന്. എന്നിട്ട് എനിക്ക് കൃത്യമായിട്ട് പറയാനാകും. ഈ ടെലിവിഷൻ മാധ്യമങ്ങളെല്ലാം തന്നെയും ഈ നമ്മൾ കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറയാൻ എനിക്ക് എൻ്റെ വാക്കുകൾ വരുന്നില്ല, പക്ഷേ നമ്മൾ ഈ ചന്തി കഴുകുക എന്ന് പറയുന്നില്ലേ, ആ നിലയിലാണ് ഇന്ത്യയിലെ ടെലിവിഷൻ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും കോർപ്പറേറ്റ് മാധ്യമങ്ങളും നരേന്ദ്രമോദി സർക്കാരിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അത് തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി നികേഷൻ ചെയ്യുന്നില്ലേ? ആ പറഞ്ഞ പ്രവൃത്തി ചെയ്തുകൊണ്ട് MLA ആയിട്ട് മത്സരിക്കുക വരെ ചെയ്ത മാന്യൻ ഈ ചന്തി കഴുകുന്ന വർത്തമാനം പറയുന്നത് അപഹാസ്യമാണ്. ഒരു മിനിമം ഒരു നാണം വേണം. താൻ ചെയ്യുന്ന പ്രവൃത്തി ബാക്കിയുള്ളവർ ചെയ്ത് കഴിയുമ്പോൾ തനിക്ക് നാണം തോന്നുന്നത്. ഞാൻ ഈ കാർഡ് ഉപയോഗിക്കില്ല എന്ന് വിചാരിച്ചാണ്. ബട്ട് യു ഹാവ് റെഡ്യൂസ് യുവർ ക്രെഡിബിലിറ്റി ടു സച്ച് എ ലെവൽ. യു ഹാവ് റെഡ്യൂസ് യുവർ ക്രെഡിബിലിറ്റി. പറഞ്ഞിട്ടില്ല. Your credibility has dented today. What a shame. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുകയും നിർത്തി അവമാനിക്കുവാണെന്ന്. വർഷ കാലഘട്ടം ഇന്ത്യയിലെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ എന്താണ് നരേന്ദ്രമോദിക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് എന്നത് സംബന്ധിച്ച് എനിക്ക് നല്ല വ്യക്തതയുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു സാധനമില്ല. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളം കോരാൻ കിണറ്റിലിറങ്ങിയ ആളിന്റെ പേരെന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ എനിക്ക്. ഈ നമ്പർ എന്റെ അടുത്ത് ഇറക്കരുത്. ഈ നമ്പർ എന്റെ അടുത്ത് ഇറക്കരുത്. നമ്മൾ തമ്മിൽ ധാരണയിൽ പോവാം. எனக்கு நிக்க முடியல, நடக்க முடியல. பெரிய ரெண்டு குண்டிக்குள்ள இருக்கிறது தோணுது. എന്റെ രാഷ്ട്രീയ നിലപാട്, എന്റെ വ്യക്തിത്വവും എന്റെ രാഷ്ട്രീയ നിലപാടും ഒക്കെ നിങ്ങൾ കീറി മുറിച്ചോളൂ. എനിക്ക് എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ തിരുത്താൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്ന പണി കാണുമ്പോൾ അതിനെ അശ്ലീലമല്ലാതെ വേറെ ഒന്നും വിളിക്കാനില്ല. മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ മലയാളത്തിലെ മാധ്യമങ്ങളെന്നല്ല. ഒന്നും കുട്ടി